ഹലോ, ഞാൻ ഡോക്ടർ സിന്ധു MS, തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഈയിടെയായിട്ട് ഈ സിസേറിയൻ സെക്ഷനെ പറ്റി ധാരാളം ഡിസ്കഷൻസ് നടക്കാറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും. സിസേറിയൻ നല്ലതല്ല, നോർമൽ വെജൈനൽ ഡെലിവറിയാണ് നല്ലത്, ആ രീതിയിലുള്ള ഡിസ്കഷൻസ്. അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സിസേറിയൻ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേബിയെ പുറത്തെടുക്കാനുള്ളൊരു സർജറിയാണ്. അത് ഡെഫിനറ്റായിട്ട് സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ടുന്ന അവസരങ്ങളുമുണ്ട്. എന്നാൽ വെയിറ്റ് ചെയ്ത് വേണമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളും ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ട് സിസേറിയൻ ചെയ്യേണ്ടുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് ഡോക്ടർക്ക് നേരത്തെ തന്നെ മനസ്സിലാകും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടി കുറുകെ കിടക്കുകയാണ്. കുട്ടി ശരിക്കും നിവർന്ന് വേണം കിടക്കാൻ. ഒന്നുകിൽ തല അല്ലെങ്കിൽ അതിൻ്റെ ബട്ടക് ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ കിടന്നാൽ നോർമൽ ഡെലിവറിക്ക് സാധ്യത കൂടും. എന്നാൽ കുട്ടി കുറുകെ കിടക്കുകയാണ്, തലയും ബട്ടക്സും രണ്ട് സൈഡിലേക്കായിട്ട് കിടക്കുകയാണെങ്കിൽ എന്തായാലും നോർമൽ ഡെലിവറി നടക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഡോക്ടർ സിസേറിയൻ സെക്ഷൻ തന്നെ പറയും. പിന്നെ നിങ്ങളുടെ പ്ലാസൻ്റ കംപ്ലീറ്റ്ലി താഴ്ഭാഗത്ത്, യൂട്രസിൻ്റെ താഴ്ഭാഗത്തിരിക്കുകയാണെങ്കിലും നമുക്ക് എന്തായാലും സിസേറിയൻ തന്നെ വേണ്ടി വരും. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസേറിയൻസ് നടന്നൊരാൾ, ഒരു സിസേറിയനൊന്നും കുഴപ്പമില്ല, മോർ ദൻ വൺ സിസേറിയൻ നടന്ന ആളിന് ഡെഫിനറ്റ്ലി സിസേറിയൻ സെക്ഷൻ തന്നെയായിരിക്കും റിസ്ക് ഫ്രീ. വേറെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്, കുറേ ഫൈബ്രോയിഡ്സ് ഈ യൂട്രസിൻ്റെ താഴ്ഭാഗത്ത് വന്നിരുന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ തല താഴോട്ട് ഇറങ്ങാനേ പറ്റില്ല. അങ്ങനെയുള്ളവർക്കും സിസേറിയൻ തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആകാറായി, ഒരു 38 വീക്സ് ഒക്കെ കഴിഞ്ഞു, നിങ്ങളുടെ കുട്ടിയുടെ തല വളരെ ഹൈ അപ്പ്, താഴോട്ട് ഇറങ്ങുന്നേയില്ല, ഡോക്ടർ ചിന്തിക്കുകയാണ് ഈ കുട്ടി താഴോട്ട് ഇറങ്ങാനേ സാധ്യതയില്ല, അങ്ങനെയുള്ളവർക്കും നേരത്തെ തന്നെ സിസേറിയൻ വേണ്ടി വരും. പിന്നെ പ്രസവ സമയത്ത് ഈ ഹെർപ്പിസ് ഇൻഫെക്ഷൻ, നമുക്ക് താഴ്ഭാഗത്ത് യോനി ഭാഗത്ത് ഹെർപ്പിസ് എന്ന് പറയുന്ന വൈറസിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അവർക്ക് സിസേറിയൻ തന്നെയായിരിക്കും. ആ കുഞ്ഞിന് ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വയറ്റിൽ കൂടി തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആക്റ്റീവായിട്ടുള്ള HIV ഇൻഫെക്ഷൻ, എയ്ഡ്സ്, അൺട്രീറ്റഡ് എയ്ഡ്സ് ഉള്ളവർക്ക് മരുന്നൊന്നും എടുക്കുന്നില്ല, അവരുടെ വൈറൽ ലോഡ് വളരെ കൂടുതലാണെങ്കിലും കുഞ്ഞിന് ആ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ വേണ്ടി സിസേറിയൻ വേണ്ടി വരും. ഇതെല്ലാം ഡെഫിനറ്റ്ലി നമുക്ക് സിസേറിയൻ വേണമെന്ന് അറിയുന്ന ഇൻഡിക്കേഷൻസാണ്. എന്നാൽ മറ്റ് പല ഇൻഡിക്കേഷൻസും പ്രസവ സമയത്തായിരിക്കും ഡിസൈഡ് ചെയ്യപ്പെടുക. ഒന്നെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് വേരിയേഷൻസ് വരിക, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോവുക, അത് പിക്ക് ചെയ്യാതെ വരിക. അതായത് നമുക്കൊരു അഷ്വറൻസേ ഇല്ല കുഞ്ഞ് നേരെ നമ്മളുടെ കൈ കിട്ടും എന്നുള്ളതിന്. അപ്പോൾ ആ സമയത്ത് എമർജൻസി സിസേറിയൻ വേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തത്, പെട്ടെന്ന് ഈ പ്രോഗ്രസ് ചെയ്യാതിരിക്കുക. പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ലേബർ പ്രോഗ്രസ് ചെയ്യാതിരിക്കുക. ഡിലേയ്ഡ് പ്രോഗ്രസ് അല്ലെങ്കിൽ ഡിലേയ്ഡ് ഈ ഹെഡ് ഡിസെൻറ്റ്, അങ്ങനെ ലേബർ എബ്നോർമാലിറ്റീസിലും സിസേറിയൻ സെക്ഷൻ വേണ്ടി വരും. അപ്പോൾ മിക്ക സമയത്തും അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും സിസേറിയൻ ചെയ്യേണ്ടി വരും. അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ട സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ നമ്മൾ കൺവൽഷൻസ്, എക്ലാംസിയ എന്ന് പറയുമല്ലോ, BP കൂടിയിട്ട് പെട്ടെന്ന് ഫിറ്റ്സ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഒരു സിവിയർ ഹാർട്ട് ഡിസീസ് അമ്മയ്ക്ക് ഉള്ള ഒരു സന്ദർഭത്തിൽ അവർക്ക് നോർമൽ ഡെലിവറിയുടെ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാത്തപ്പോൾ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസേറിയൻ വേണ്ടി വരും. പിന്നെ ഈ പെൺകുട്ടി തന്നെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഡെലിവറിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്ക് സിസേറിയൻ മതി, അതായത് അവരുടെ റിക്വസ്റ്റ് പ്രകാരം, അങ്ങനെ ആയാലും നമ്മൾ സിസേറിയൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സിസേറിയൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാഷ്വലായിട്ടൊരു ഡോക്ടർ ചെയ്യുന്ന സർജറി അല്ല. അതിന് ഡെഫിനറ്റായിട്ട് അതിൻ്റേതായിട്ടുള്ള ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു സർജറിയാണ്. ഇനി നമുക്ക് നോക്കാം, ഈ സിസേറിയൻ ഡെലിവറിയും നോർമലായിട്ടുള്ള വെജൈനൽ ഡെലിവറിയും തമ്മിൽ കോംപ്ലിക്കേഷൻ റേറ്റ്സിലോ അല്ലെങ്കിൽ കംഫർട്ട് ലെവൽ റേറ്റിലോ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന്. ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്ത് നോർമലായിട്ട് പ്രസവിച്ച് ഒരു താഴെ ഒരു തുന്നലും ഒന്നും ഇല്ലാതെ പ്രസവിക്കാൻ പറ്റിയാൽ നോർമൽ ഡെലിവറി ആണ് ഏറ്റവും നല്ലത്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഒരു ആവറേജ് സൈസ് ബേബി, പെൺകുട്ടി പെട്ടെന്ന് പെയിൻ ആകുന്നു, പെയിൻ ടോളറേറ്റ് ചെയ്യുന്നു, നോർമലായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു, പ്രസവിക്കുന്നു. ചിലപ്പോൾ താഴെ ഒരു ഇൻസിഷൻ, ഒരു കട്ട് പോലും വേണ്ടി വരാതെ പ്രസവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല പ്രസവം.
എന്നാൽ എല്ലാ വെജൈനൽ ഡെലിവറികളും ഇതുപോലെ ഇന്നസെൻ്റ് ആണോ അല്ലെങ്കിൽ അൺകോംപ്ലിക്കേറ്റഡ് ആണോ? ഒരിക്കലുമല്ല. അപ്പം നമ്മൾ ഈ വെജൈനൽ ഡെലിവറിക്ക് വെക്കുമ്പോൾ തന്നെ ചില സമയത്ത് നമുക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നടക്കും. കാരണം കുഞ്ഞിൻ്റെ തല ഇപ്പോൾ പ്രസവിക്കും പറഞ്ഞ് നോക്കി നമ്മളിരിക്കും, തല താഴേക്ക് ഇറങ്ങാൻ ഡിലേ വരും. അല്ലെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ സമയത്ത് ഹാർട്ട് ബീറ്റ് കുറയാം. അങ്ങനെ അല്ലെങ്കിൽ കുറേ നേരം ഈ കുട്ടി ട്രൈ ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഇട്ട് നോക്കി, എന്നിട്ടൊന്നും വരാതിരുന്നാൽ നമ്മൾ ഏർജൻ്റായിട്ടൊരു സിസേറിയൻ വേണ്ടി വരും. ഇനി എലക്റ്റീവായിട്ട് പ്ലാൻഡ് ആയിട്ടൊരു സിസേറിയൻ ചെയ്യുകയും ഒരു വെജൈനൽ ഡെലിവറി, ഇവർ തമ്മിലുള്ള കോംപ്ലിക്കേഷൻസിൻ്റെ റേറ്റ് നോക്കിയാൽ പല സ്റ്റഡീസും കാണിക്കുന്നത് ഓൾമോസ്റ്റ് ഈക്വലൻറ്റ്. സം കേസസ് ഈ സിസേറിയൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റ് കുറച്ച് കുറവാണെന്ന് വേണമെങ്കിലും പറയാം. കാരണം ബ്ലീഡിങ് ചാൻസസ്, പിന്നെ പേഷ്യൻറ്റിൻ്റെ ഈ പോസ്റ്റ് ഡെലിവറി മോബിഡിറ്റീസ്. ചില വെജൈനൽ ഡെലിവറീസ് വളരെ മോബിഡായിരിക്കും. കാരണം ഈ താഴെയുള്ള സ്റ്റിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് അവരുടെ ഏനൽ റീജിയനിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവർക്ക് മോഷൻ ഇൻകോണ്ടിനൻസ് തന്നെ വരാം. പിന്നെ ഹിമറ്റോമ, ഈ വെജൈനൽ സ്റ്റിച്ച് അല്ലെങ്കിൽ ആ പെരിനിയോട്ടമി, എപ്പിസിയോട്ടമി സ്റ്റിച്ച് ഇടുന്ന സ്ഥലത്ത് ബ്ലീഡ് ചെയ്തിട്ട് ഹിമറ്റോമ ഫോം ചെയ്തിട്ട് അവർക്ക് രണ്ടാമത് തുന്നിക്കെട്ടേണ്ട അവസ്ഥയുണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഈ ടെയർ എക്സ്റ്റെൻഡ് ചെയ്ത് ചിലപ്പോൾ വെജൈനയുടെ പല ഭാഗങ്ങളും മുറിഞ്ഞിട്ട് ആ സ്റ്റിച്ചിങ് തന്നെ ചിലപ്പോൾ 1.5 മണിക്കൂർ അനസ്തീസ്യ കൊടുത്ത് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്. പിന്നെ ബ്ലീഡിങ്, ഈ സെർവിക്സിൻ്റെ ടെയർ, വെജൈനൽ ടെയർ, അല്ലെങ്കിൽ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് ചിലപ്പോൾ യൂട്രസിൻ്റെ അങ്ങേയറ്റം വരെ പോയി ബ്ലീഡ് ചെയ്യാനും ഒക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു പ്ലാൻഡ് സിസേറിയൻ ആകുമ്പോൾ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാനും പറ്റും. നമ്മൾ ഒരു പ്ലാൻഡ് സെറ്റപ്പിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിനുള്ള സംവിധാനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റഡീസ് കാണിക്കുന്നത് രണ്ടും ഈക്വലി സേഫ് ആണെന്നാണ്, ഓർ മോർ സേഫാണ് പ്ലാൻഡ് സിസേറിയൻ സംടൈംസ്. എന്ന് വെച്ച് നമ്മൾ ഹോസ്പിറ്റൽ ചിലവ് ആലോചിക്കുമ്പോഴോ വെജൈനൽ ഡെലിവറിയേക്കാളും ഡെഫിനറ്റ്ലി നമുക്ക് സിസേറിയൻ കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. പെയിൻ പാരാമീറ്റേഴ്സ് നോക്കിയാൽ പോലും സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർക്ക് 2-3 ഡേയ്സ് അവർക്ക് നല്ല പെയിൻ ഉണ്ടാവും. വെജൈനൽ ഡെലിവറിക്കാർക്ക് പെയിൻ ഇല്ല എന്നല്ല, അവർക്ക് പക്ഷേ കമ്പാരറ്റീവ്ലി അവർക്ക് ഇരിക്കുമ്പോഴൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നുള്ളതല്ലാതെ പെയിൻ നോക്കുമ്പോൾ കുറച്ച് കുറവ് തന്നെയാണ് വെജൈനൽ ഡെലിവറിക്കാർക്ക്. പിന്നെ ബ്ലീഡിങ്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ് നോക്കുകയാണെങ്കിൽ നോർമൽ ഡെലിവറിക്കാർക്ക് ചിലപ്പോൾ 40-45 ഡേയ്സ് കുറേശ്ശെ എങ്കിലും ആ ലോക്കിയ വന്നുകൊണ്ടിരിക്കും. പക്ഷേ സിസേറിയൻകാർക്ക് 7 to 10 ഡേയ്സ് ഓർ മാക്സിമം 2 വീക്സ് ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവും. കാരണം കംപ്ലീറ്റ്ലി നമ്മൾ പ്ലാസൻ്റ മെംബ്രെയിൻസ് എല്ലാം എടുത്തിട്ട് സംടൈംസ് വി ക്ലീൻ ദ യൂട്രൈൻ ക്യാവിറ്റി സോ ദാറ്റ് അവർക്ക് ആ റീറ്റെയിൻഡ് ബിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് കുറവായിരിക്കും. പിന്നെ ആ മുറിവ്, വൂണ്ട് ഇൻഫെക്ഷൻ റേറ്റ്, ഈ വെജൈനൽ ഡെലിവറിയിൽ എപ്പിസിയോട്ടമി ഗേപ്പിംഗ് ചാൻസ് കുറച്ച് കൂടുതലാണ്. കാരണം നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് നല്ല മൊബൈലായിരിക്കും. അവർ നല്ലോണം നടക്കുകയും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഹീൽ ചെയ്ത് നല്ലോണം ഹീൽ ചെയ്യാനുള്ള ഒരു ഡിലേ വരും. അപ്പോൾ ചിലപ്പോൾ അതൊന്ന് ഓപ്പൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ സിസേറിയന്, പ്ലാൻഡായിട്ട് ചെയ്യുന്ന സിസേറിയന് ഇൻഫെക്ഷൻ റേറ്റും വൂണ്ട് ഗേപ്പിങ്ങും ഒക്കെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ നോർമൽ ഡെലിവറിക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, വൺസ് നമ്മൾ നോർമൽ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ നാച്ചുറലി നെക്സ്റ്റ് ഡെലിവറീസൊക്കെ നോർമൽ ആവാൻ മോർ ദൻ 90% ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ആവണമെന്നൊന്നുമില്ല. സെക്കൻഡ് സിസേറിയൻ ആവുന്ന കേസസ് ധാരാളമുണ്ട്. സിസേറിയൻ ആണെങ്കിൽ മോസ്റ്റ്ലി പേഷ്യൻസ് ഓപ്റ്റ് ഓർ ഡോക്ടേഴ്സ് ഓപ്റ്റ് ഫോർ C-section again because risk of rupture അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ച് വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ നടക്കുന്നില്ലേ? ഉണ്ട്. അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെജൈനൽ ബർത്ത് നടക്കും, ഓക്കെയാണ്. എമർജൻസി സിസേറിയന് കുറച്ച് കൂടുതൽ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഫ്റ്റർ കെയർ ആണ്. സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്? ഒന്ന്, ആദ്യത്തെ 24 hours മോസ്റ്റ് ഓഫ് ദ ടൈം പേഷ്യൻസ് നേഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും കെയറിൽ തന്നെ ആയിരിക്കും. കാരണം കോംപ്ലിക്കേഷൻ റേറ്റ് ഏറ്റവും കൂടുതൽ ആ ഫസ്റ്റ് 12 to 24 hours ആണ്. ബ്ലീഡിങ് ചാൻസ് ഉണ്ട്, അനസ്തീസിയയുടെ പ്രോബ്ലംസ് വരാം, പിന്നെ യൂറിൻ പോകാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം, നമ്മളുടെ ബവൽ വോമിറ്റിങ്ങിൻ്റെ ചാൻസ്, ആ മെഡിസിൻ ഇൻഡ്യൂസ്ഡും ആവാം.
അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് മിക്കപ്പോഴും 12 to 24 hours നമ്മൾ ഹോസ്പിറ്റലിൽ അണ്ടർ ദ കെയർ ഓഫ് നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നത് എപ്പോഴാണെന്നൊരു സംശയം വരും. നമ്മൾ നല്ല വെൽ അവേക്കായിട്ട് നല്ല കോൺഷ്യസായി നമുക്ക് ജസ്റ്റ് ഒന്ന് തലയൊക്കെ ഉയർത്തിയിരിക്കാൻ പറ്റുന്ന സമയം മുതൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കണം, നിങ്ങൾക്ക് കഴിക്കാം. ഏർലിയർ ദ ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ നല്ല ഡൈജസ്റ്റ് ചെയ്യുന്ന ലിക്വിഡായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഒരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായ അല്ലെങ്കിൽ വെറും വെള്ളമോ അങ്ങനെ കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ബൺ കഴിക്കാം, ബ്രെഡ് കഴിക്കാം. ഇതൊക്കെ നിങ്ങൾ ടോളറേറ്റ് ചെയ്യുകയാണെങ്കിൽ കഞ്ഞി കുടിക്കാം, ചോറ് ഉണ്ണാം. ഒരു 4 hours കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓറൽ ഫീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അൺലെസ് ഡോക്ടർ സേസ് നോ നിങ്ങൾക്ക് കഴിക്കുന്നതിൽ പ്രയാസമില്ല. പിന്നെ യൂറിൻ പോകാനുള്ള ട്യൂബ് ചിലപ്പോൾ ഒരു 12 hours ഒക്കെ ഇട്ടേക്കും. അതിനുശേഷം നിങ്ങൾ തനിയെ യൂറിൻ പോകും. ചില സമയം മാത്രം എന്തെങ്കിലും ബ്ലാഡർ ഇഞ്ചുറി ഡോക്ടർ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 3 days ഒക്കെ കാത്തറ്റർ ഇട്ടേക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും നേരത്തെ റിമൂവ് ചെയ്ത് നടന്ന് യൂറിൻ പാസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. പിന്നെ എപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കാം എന്നുള്ളതാണ്. ഒരു 6 hours കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നതാണ് നമുക്ക് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ലത്. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ചുമ്മാ വെറുതെ കാലും കൈയൊന്നും അനക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിലെ ബ്ലഡ് വെസൽസിലൊക്കെ ചെറിയ ചെറിയ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പ്രഗ്നൻസി അങ്ങനെ ഒരു കണ്ടീഷനാണ്. ബ്ലഡ് ക്ലോട്ട് ഫോമേഷന് വളരെ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ ആ ക്ലോട്ട് ഫോമേഷൻ ഇല്ലാതിരിക്കും. പിന്നെ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മറ്റ് മാർഗ്ഗങ്ങളുണ്ട്. കാരണം ഒരു സ്റ്റോക്കിങ്സ് ഒക്കെ ഇടാം. നമുക്ക് ഈ കാലിൻ്റെ മസിൽ കംപ്രസ് ചെയ്യാനുള്ള കംപ്രഷൻ സ്റ്റോക്കിങ്സ്, അതിനുള്ള ഒരു മെഷീനറി ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ബ്ലഡ് തിന്നിങ് ഇഞ്ചെക്ഷൻസ് അതൊക്കെ തരാറുണ്ട്. അതിനും ഡെഫിനറ്റ് ഇൻഡിക്കേഷൻസ് ഉള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം 6 hours ഒക്കെ നമ്മുടെ ആ അനസ്തീസിയയുടെ ഇഫക്റ്റ് നമ്മുടെ കാലുകളെ മരവിപ്പിക്കും. അതിനുശേഷം പതുക്കെ എഴുന്നേറ്റ് നടക്കുന്നതാണ് നല്ലത്. റൂമിൽ വന്നാൽ നിങ്ങൾ കുറച്ചൊക്കെ നടക്കണം. പിന്നെ നന്നായി വെള്ളം കുടിക്കണം. അതിനുശേഷം സെക്കൻഡ് ഡേ നിങ്ങൾക്ക് നടക്കാം, ഫുഡ് കഴിക്കാം. തേർഡ് ഡേ ആകുമ്പോൾ നിങ്ങളുടെ ബവൽ മൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഗ്യാസോ മോഷനോ പാസ് ചെയ്യണം. കുറച്ച് കുടലിനൊരു സ്തംഭനമൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ എഴുന്നേറ്റ് നടക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്താൽ അത് മാറും. അപ്പം ഗ്യാസ് പോവുകയോ മോഷൻ പോവുകയോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം, നന്നായി വെള്ളവും കുടിക്കാം. 4-ാം ദിവസം മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകും. ആ സമയത്ത് നമ്മൾ ബാത്ത് എടുത്തിട്ട് ആ വൂണ്ട് ഡ്രസ്സിങ് അഴിച്ച് അത് നോക്കും. എന്തെങ്കിലും അതിനകത്ത് ഇൻഫെക്ഷൻ സാധ്യതയോ, യൂഷ്വലി 4th day ഒന്നും ഉണ്ടാവില്ല, റെഡ്നെസ്സോ കലക്ഷനോ ഹിമറ്റോമ അല്ലെങ്കിൽ ഗേപ്പിംഗ് ഇതെല്ലാം നോക്കിയിട്ടാണ് വിടുക. വീട്ടിൽ പോയാൽ നിങ്ങൾ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് ഈ വൂണ്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കണം. എന്നിട്ട് ഓയിൻമെൻറ്റ് വേണം നിർബന്ധമൊന്നുമില്ല, ഓയിൻമെൻറ്റും ഇടാം. ഒരു 2 weeks അല്ല ഒരു 10 days ഒക്കെ ഓയിൻമെൻറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുറേശ്ശെയൊക്കെ നടക്കണം. നമ്മളുടെ ബോഡി പെർമിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കുക, ഇരിക്കുക. എന്നിട്ട് വെള്ളം നന്നായി കുടിക്കണം, ഞാൻ പറഞ്ഞല്ലോ. ഇനി തിരിച്ച് ഹോസ്പിറ്റലിൽ വരേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എപ്പോഴൊക്കെയാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്യുമ്പം പെയിനോ ഷിവറിങ് ഇതൊക്കെ ഒരു പോസിബിലിറ്റിയാണ്. കാരണം നമ്മൾ യൂറിൻ കാത്തറ്റർ ഇടുന്നുണ്ടല്ലോ യൂറിൻ പോകാനായിട്ട്. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് പോസിബിലിറ്റി കൂടുതലാണ്. അത് വരാതിരിക്കാൻ നന്നായി വെള്ളം കുടിക്കുകയും വേണം. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ സിംറ്റംസ് എന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെയിൻ, നീറ്റൽ, വേദന, ഫ്രീക്വൻ്റായിട്ട് യൂറിൻ പോകാൻ തോന്നുക, ഷിവറിങ്, ഭയങ്കര വിറയൽ, പനി, കടുത്ത പനി ഇതൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹോസ്പിറ്റലിൽ തിരിച്ചു പോകണം. പിന്നെ ബ്ലീഡിങ്, എക്സസീവ് ബ്ലീഡിങ്, ഭയങ്കര ഹെവി ആയിട്ട് ബ്ലീഡ് ചെയ്യുക, ക്ലോട്ട്സ് പോവുക, അങ്ങനെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ വുണ്ട് എല്ലാ ദിവസവും നമ്മളത് ശ്രദ്ധിക്കണമല്ലോ. അതിനകത്ത് ഏതെങ്കിലും ചെറുതായിട്ട് ഗേപ്പിങ്, ചെറുതായിട്ട് ഓപ്പണിങ് വരിക, അല്ലെങ്കിൽ നീരും വെള്ളവും പോലെ വന്നുകൊണ്ടിരിക്കുക, ബ്ലീഡ് ചെയ്യുക, പഴുപ്പ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടറെ കാണണം. ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ നിങ്ങൾ 1.5 മാസം കഴിഞ്ഞാണല്ലോ സാധാരണ ചെക്കപ്പ്. പക്ഷേ ഇതിലേതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പോകണം.
സിസേറിയൻ സെക്ഷനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.